ഇലക്ട്രിസിറ്റി ബില്ല്, പ്രൊവിഷന്, വേറെ എല്ലാം ഞാൻ കെട്ടിക്കഴിഞ്ഞു. കലാവധിയുടെ ശമ്പളം കൊടുത്തോ? അതൊക്കെ ഓൾറെഡി കൊടുത്തു. മോളെ നീ എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് ഒന്ന് വേഗാട്ടെ. അതെന്താണെന്നറിയോ? ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചോളാം ചേട്ടത്തി. അവിടെ ഒരു നാടകം, പക്ക ഫ്രോഡാ. നീ വല്ലാണ്ട് ടെൻഷനൊന്നും ആവണ്ട. അവൾക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവളെ പോലെ ഞാൻ ഡ്രാമയൊന്നും കളിച്ചില്ലല്ലോ. ദേ നോക്കിയേ, ഞാൻ നിന്റെ അത്ര ക്രിയേറ്റീവ് ഒന്നും അല്ല. അതെ, എനിക്ക് നല്ല കൂളായിട്ടൊരു ബിയർ കൊണ്ടു തരുമോ? നല്ല ക്ഷീണമുണ്ട്, അതാ. പ്ലീസ്. ആക്ച്വലി ഇപ്പോൾ ജീവിതത്തിൽ എന്തോ നടക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. എന്തോ പോകുന്നു, അത്രേ ഉള്ളൂ. ഭാഗ്യത്തിന് ഈ ഫ്ലാറ്റ് കിട്ടി, ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവുമായിരുന്നു? ശരി, എങ്ങനെയെങ്കിലും ഈ റൂം സംരക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങ് കഴിഞ്ഞു കൂടണം. എന്താ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നിന്റെ ഫാമിലിയെ പറ്റി ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ ഫാമിലിയെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ കുറച്ച് മോശമാണ്, പക്ഷേ അമ്മ വളരെ നല്ലവരാ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലിരിക്കുന്നത്. എന്താ? നീയല്ലേ പാചകം? അതെ. അപ്പൊ പോയി ആ ജോലി നോക്ക്. പോടാ. എന്തൊക്കെ പറഞ്ഞാലും ഫ്ലൈറ്റ് യാത്ര അടിപൊളിയാണ്. അതെ, മനോഹരമായിട്ടുള്ള യാത്ര തന്നെയാണ്. നമുക്കൊരു വല്ലാത്ത ബൈ ബൈ. ടേക്ക് കെയർ. ബൈ, ടേക്ക് കെയർ. ആ പെൺകൊച്ചിന്റെ സ്വഭാവം തീരെ പോരാ. ആ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്താ എന്തു പറ്റി? പക്ഷെ ആ നീൽ നല്ല സ്വഭാവമാ. ആ, അതെനിക്കും അറിയാം. ഇടയ്ക്കിടയ്ക്ക് എനിക്കും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്. നല്ല മനുഷ്യനാ. ഹോ. പിന്നെ പ്രഭു എന്ന് പറഞ്ഞൊരുത്തൻ വരുന്നുണ്ട്. അവനെ കണ്ടാ തന്നെ തീരെ ഇഷ്ടാവുന്നില്ല എനിക്ക്. പ്രഭുവോ? ആരാത്? പ്രഭു, ആ പ്രഭു ഇല്ലേ, അവർ രണ്ടുപേരുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു വരുന്നവൻ. ആ, ഹോ. പിന്നൊരു കാര്യം പറയട്ടെ. പറയടി. പിട്ടേക്ക്. നീ പിന്നെ ചെന്ന് എല്ലാരോടും അത് പറയും. അത് ശരി. ഇത് ഞാൻ എവിടെയും പോയി പറയാൻ പോകുന്നില്ല. നീ എവിടെയും പോയി പറയായിരുന്നാ മാത്രം. എന്തോ പറയാന്ന് പറഞ്ഞു? പറയടി. എന്താ ഈ പറയുന്നേ? നിന്റെ ഒരു കാര്യം. ആ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നെന്ന് നിനക്കറിയാമോ? അത് കാണേണ്ട കാഴ്ച തന്നെയാ. ഞാൻ എന്ത് പറയാനോ? ശരി, അത് ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്താണെന്ന്. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ രണ്ടും ഒന്നിച്ചാ ജീവിക്കുന്നേ. എന്താ പറഞ്ഞ? മനസ്സിലായില്ല. ഒന്നിച്ചു തന്നെ. ചേർന്നോ? നിനക്ക് വിവരിച്ചു പറയണോ? ആ, വേറെ വേറെ മുറിയിലാ അവര് കഴിയുന്നത്. ഭാര്യയും ഭർത്താവും ഒന്നും അല്ലെന്നേ. പുറത്തവരെങ്ങനെ അഭിനയിക്കുക. അവർക്ക് രണ്ടുപേർക്കും ഒരു ബന്ധവുമില്ല. അങ്ങനെയാണോ? പണിയെടുക്കാൻ പോകുന്ന സ്ഥലത്ത് പണി മാത്രം ചെയ്താൽ മതി. അല്ലാതെ കണ്ടവന്റെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുത്. ഇടപെടാൻ നിന്നോണ്ടല്ലോ. നിനക്ക് ഞാൻ തരും.
നീൽ, സോറി നീൽ, ഞാൻ കുറച്ച് ലേറ്റായി. പ്രസന്റേഷൻ വളരെ ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാ. പക്ഷെ ക്ലയൻറ്റ് ഹാപ്പിയാണ്, അതുകൊണ്ടാ പ്രഭു എന്നെ വിടാഞ്ഞ്. ഇതെന്തിനാ നിന്നോട് പറയാ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ. നീൽ, 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 നിനക്കെന്താ പറ്റിയത്? ദാ നോക്ക് നീൽ, നീ എന്റെ ഭർത്താവൊന്നുമല്ലല്ലോ. നമ്മൾ ഈ ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. നിന്റെ കൂടെ ഫ്ലാറ്റ് ഷെയർ ചെയ്തില്ലേ, അതാ ഞാൻ ചെയ്ത തെറ്റ്. നീ അപ്പൊ ഒന്നും സംസാരിക്കില്ലേ? കുറച്ച് വെള്ളം തരാമോ പ്ലീസ്? നിനക്കിത് എന്നോട് ആദ്യമേ പറയായിരുന്നല്ലോ. നല്ല പനിയുണ്ടല്ലോ, എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ അറേഞ്ച് ചെയ്യായിരുന്നില്ലേ. ഇപ്പൊ ഈ സമയത്ത് ആരെ വിളിക്കാനാ? ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതൊന്നും വേണ്ട, അവിടെ കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്, അത് എടുത്തോണ്ട് വാ. അത് കഴിച്ചാൽ മതി, ശരിയായിക്കോളും. നീ ലേറ്റ് ആയിട്ട് വന്നോണ്ടാ ഞാൻ ചോദിച്ചത്, അഭിനയൊന്നുമല്ല. ഇപ്പൊ എന്തിനാ അതൊക്കെ? അച്ഛൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. എന്നെ അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. വീട്ടിലേക്ക് എന്താ വരാത്തെന്നൊക്കെ ചോദിച്ചു. എനിക്ക് എന്ത് പറയണമെന്ന് പിടികിട്ടിയില്ല. അച്ഛൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. ഒരു ഭാഗത്ത് ജോലിയുടെ പ്രഷർ, മറ്റൊരു ഭാഗത്താണെങ്കിൽ അച്ഛനും. എന്നെ കൊണ്ട് തീരെ പറ്റുന്നില്ല. എന്തു പറ്റി? ഇടി